ഇനി ഒരു വശത്ത് അമ്പലത്തിൽ തൊടാൻ പോയ കഥയുണ്ട് എനിക്ക്. എൻ്റെ അമ്മ എന്നെയും കൊണ്ട് ആദ്യം പോകുന്നതാണ്. അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞാൽ ദേവസ്വം ക്ഷേത്രമാണ്. അവിടെ ചെന്നു. അമ്മ കൊണ്ടുവന്ന് അമ്പലത്തിൽ നിന്ന് വളരെ അകലെ ഒരു വാഴയിലയിൽ ഒരു പണം വെച്ചു, 4 ചക്രം. അന്ന് പണം നല്ല തുകയാണ്. വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ രണ്ടുപേരും എന്നെയും കൊണ്ട് പുറകോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഈ പണം എടുത്ത്, അത് പുരോഹിതനാണ്, പൂജാരി, അകത്ത് കൊണ്ടുപോയി. അദ്ദേഹം വീണ്ടും കാത്തു നിൽക്കുന്നു. കുറേ കഴിഞ്ഞ് പ്രസാദം കൊണ്ടുവന്ന് വയ്ക്കുന്നു. അദ്ദേഹം തിരിച്ചകത്ത് പോയി കഴിഞ്ഞാണ് ഞാനും അമ്മയും കൂടി വന്ന് ഇതെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല, എന്താ അമ്മ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ തീണ്ടലുള്ളവരാണ്. ഞാൻ ഈഴവ സമുദായാംഗമായതുകൊണ്ട് അവർ സവർണരാണ്, ശൂദ്രരെന്നാണെന്ന് നായന്മാർ പറഞ്ഞു പോന്നിരുന്നത്. അവിടെ നമ്പൂതിരിമാർ പൊതുവെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരെ തീണ്ടാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പുരോഹിതൻ പ്രത്യേകിച്ചും ബ്രാഹ്മണനാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട്, എൻ്റെ നാട്ടിലല്ലാതെ ഒരു 3 കിലോമീറ്റർ വടക്ക് വശത്ത് മാറി കാട്ടൂരെന്ന് പറയും, പുതിയ ഇപ്പോഴത്തെ ഒരു MLA അവിടെ നിന്ന് വന്നു, ആഞ്ചലോസ്, ആ നാട്ടിലാണ്. അവിടെ ചെന്ന് അപ്പോൾ ചാതുർവർണ്ണ്യം, അതിൻ്റെ അവശിഷ്ടമായ ജാതി വ്യവസ്ഥ, തീണ്ടൽ, ഇതുമൊക്കെ ഈ വശത്തും കിടന്നിരുന്നു. അപ്പോൾ സാമൂഹികമായ അനാചാരത്തിൻ്റെ ഒരു ഭാഗം, മറുവശത്ത് സാമ്പത്തികമായ തകർച്ച, തൊഴിലാളികളുടെ ദയനീയമായ അവസ്ഥ, യുദ്ധം വന്നതോടുള്ള ദാരിദ്ര്യത്തിൻ്റെ നിസ്സഹായമായ അവസ്ഥ, ഇതെല്ലാം ഒരേ നേരത്ത് കാണുകയാണ്.